നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട് കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കോയമ്പത്തൂർ സ്വദേശി. വെള്ളിക്കുളങ്ങരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. മരിച്ചത് മാരാങ്കോട് പള്ളായി വീട്ടിൽ വറീദിന്റെ മകൻ 50 വയസ്സുള്ള ജോണി. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത തടഞ്ഞ് സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിച്ചതോടെ ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ കരട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. വാർത്തകൾ വിശദമായി. അത്ഭുത ശേഷിയുണ്ടെന്ന് തട്ടിപ്പുകാർ അവകാശപ്പെടുന്ന റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട് കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കോയമ്പത്തൂർ സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം ആംബുലൻസിനുള്ളിൽ ഉപേക്ഷിച്ച ശേഷം കൊലയാളി സംഘം രക്ഷപ്പെട്ടു. അരുണിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ അഴീക്കലിലുള്ള ഐസ് ഫാക്ടറി ഉടമ സാദിഖിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് സാദിഖിൽ നിന്ന് അരുൺ വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ നൽകാത്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമയ്ക്ക് 10 ലക്ഷം രൂപ അരുൺ നൽകാനുണ്ടായിരുന്നു. ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്ന് അരുണിനെയും സുഹൃത്തിനെയും തട്ടിക്കൊണ്ടുപോയി. അരുണിന്റെ സുഹൃത്ത് ശശാങ്കനും മർദ്ദനമേറ്റു. വട്ടനാത്രയിൽ എസ്റ്റേറ്റിനകത്ത് ഇരുവരെയും ബന്ദിയാക്കി മർദ്ദിച്ചു. അരുൺ കൊല്ലപ്പെട്ടതോടെ മൃതദേഹം കയ്പമംഗലത്ത് എത്തിച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരാളെ വാഹനം ഇടിച്ചെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് ഫോൺ കോൾ വന്നത്. ഡ്രൈവർ അപകട സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കാറിൽ 4 പേരുണ്ടായിരുന്നു. യുവാവിന്റെ ശരീരം റോഡിൽ കിടക്കുകയായിരുന്നു. വണ്ടി തട്ടിയെന്നും യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനും സംഘം ആവശ്യപ്പെട്ടു. യുവാവിനെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ കൂടെ വരാൻ ആംബുലൻസ് ഡ്രൈവർ സംഘത്തിലുള്ളവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആംബുലൻസിനെ പിന്തുടരാമെന്ന് പറഞ്ഞ് പ്രതികൾ മുങ്ങുകയായിരുന്നു. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംഘം എത്തിയില്ല. യുവാവിനെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ കൂടെ വരാൻ ആംബുലൻസ് ഡ്രൈവർ സംഘത്തിലുള്ളവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആംബുലൻസിനെ പിന്തുടരാമെന്ന് പറഞ്ഞ് പ്രതികൾ മുങ്ങുകയായിരുന്നു. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംഘം എത്തിയിരുന്നില്ല. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അരുൺ മരിച്ചതായി മനസ്സിലായി. അരുണിന്റെ സുഹൃത്ത് ശശാങ്കനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത്ഭുത ശേഷികളുണ്ടെന്ന് തട്ടിപ്പുകാർ അവകാശപ്പെടുന്ന ചെമ്പുകുടമാണ് റൈസ് പുള്ളർ. ഇറിഡിയം, കോപ്പർ എന്നീ ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിന് അരിമണികളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നാണ് അവകാശവാദം. വെള്ളിക്കുളങ്ങരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. മാരാങ്കോട് പള്ളായി വീട്ടിൽ വറീദിന്റെ മകൻ 50 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് മോനുടി കോടാലി റോഡിൽ വെച്ചായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ 3:30 മരണം സംഭവിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് മേൽനടപടി സ്വീകരിച്ചു. അടിപ്പാത നിർമ്മാണത്തിനായി ആമ്പല്ലൂർ സെന്ററിൽ ദേശീയപാത പൊളിച്ചു തുടങ്ങി. ദേശീയപാത തടഞ്ഞ് സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിച്ചതോടെ ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 26 മുതലാണ് നേരത്തെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിലും മുന്നറിയിപ്പില്ലാതെ ചൊവ്വാഴ്ച തന്നെ ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 100 കണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. പുതുക്കാട് സെന്റർ വരെയും വാഹനങ്ങളുടെ നിര നീണ്ടു. മുന്നൊരുക്കങ്ങളില്ലാതെയുള്ള നടപടി യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. NCTV പുതുക്കാട്.
അളഗപ്പ നഗർ പഞ്ചായത്തിൽ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ കരട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു. പ്രസിഡന്റ് 3 ദിവസം സ്ഥലത്തില്ലാത്തതിനാൽ അപ്രൂവ് ചെയ്ത് കരട് ലഭ്യമാക്കാൻ തടസ്സമുണ്ടെന്ന സാങ്കേതിക വാദം പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല. ബുധനാഴ്ച 11-നകം കരട് ലഭ്യമാക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഓഫീസിനകത്തെ സമരം അവസാനിപ്പിച്ചതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ പ്രസിഡന്റിന്റേത് സ്വജനപക്ഷപാതമാണെന്ന് ആരോപിച്ച് LDF അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായ PS പ്രീജു, VK വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. സജിന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ, ജീഷ്മ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. UDF-ലെ തന്നെ പലർക്കും ഈ അഴിമതിയെ കണ്ടു നിൽക്കാൻ പറ്റാതെയായപ്പോൾ അവരും LDF-ന്റെ ഒപ്പം ചേർന്ന് വിയോജിപ്പ് എഴുതി കൊടുത്തിട്ട് നിയമപരമായിട്ട് ഇവിടെ എഴുതി കൊടുത്ത വിയോജിപ്പ് അത് മിനിസ്ട്രിയിൽ രേഖപ്പെടുത്താതെ സെക്രട്ടറി അവർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. സെക്രട്ടറി കൂടി അഴിമതിക്ക് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് 10ാമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് വിഭാഗത്തിനകത്ത് അവിടുത്തെ ഓവർസിയറും അതുപോലെ തന്നെ എയും ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാരുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരിയുടെ സഹോദരിയുടെ പുത്രി സവിതയുടെ നിയമനം പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായി ഉന്നയിച്ചത്. കമ്മിറ്റിയിൽ അത് രേഖപ്പെടുത്തുകയും അത് രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ 10ാമത്തെ അജണ്ട സംവിധാന കുട്ടി ഉൾപ്പെടുന്ന അവരെ ബന്ധത്തെ നിയമനം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കരട് ഇന്നലത്തെ മിനിറ്റ്സിൻ്റെ കരട് ഇന്ന് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാണ് പഞ്ചായത്ത് മെമ്പർമാർ വന്നത്. ന്യായമായും ആ തീരുമാനത്തിൻ്റെ കരട് ഞങ്ങൾക്ക് അത് തരേണ്ടതാണ്, അത് അവകാശപ്പെട്ടതാണ്. കമ്മിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ തീരുമാനത്തിൻ്റെ കരട് ഞങ്ങൾക്ക് തരണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടാണ് ഇവിടെ വന്നത്. വാണിയമ്പാറയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വാണിയമ്പാറയിൽ നിന്നും മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിലാണ് ജഡം കണ്ടെത്തിയത്. വന അതിർത്തിയോട് ചേർന്ന ഫെൻസിംഗിന് സമീപത്തായാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചെരിഞ്ഞതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ആനയുടെ മരണകാരണം വ്യക്തമാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയാണ് മണിയൻ കിണർ. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. ICU സംവിധാനമുള്ള ആംബുലൻസിന് 10 കിലോമീറ്ററിൽ 2500 രൂപയും സി ലെവൽ ആംബുലൻസിന് 1500 രൂപയും ബി ലെവൽ ആംബുലൻസിന് 1000 രൂപയുമാണ് മിനിമം ചാർജ്. ICU സംവിധാനമുള്ള ആംബുലൻസിന് അധിക കിലോമീറ്ററിന് 50 രൂപയും മറ്റുള്ളവയ്ക്ക് 40-30 രൂപ വീതവും ഈടാക്കാം. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. NRI ക്വാട്ടയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NRI ക്വാട്ട തട്ടിപ്പാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇത് അവസാനിക്കേണ്ടതാണെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. 3 ഇരട്ടി മാർക്ക് ലഭിച്ചവർക്ക് സീറ്റ് കിട്ടാത്ത അവസ്ഥയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പഞ്ചാബിൽ നിന്നുള്ള കേസിലാണ് കോടതിയുടെ വിമർശനം. കോടാലി ബീറ്റ്സ് ഫാമിലി കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ അബി കാളത്തോട്ടുകാരൻ, അമൃത മനോഹരൻ, ഷോബി കണ്ണൂക്കാടൻ, രേഖ സിജോ, സീന അബി എന്നിവർ പ്രസംഗിച്ചു. ഓണസദ്യയും കായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP സ്കൂളിൽ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഫാദർ ലിജോ ബ്രഹ്മകുളം കുട്ടികളുടെ സമഗ്ര വളർച്ചയിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക മീന ആന്റണി, അധ്യാപക പ്രതിനിധി മെറിൻ P വാറുണ്ണി എന്നിവർ സംസാരിച്ചു. ചാക്കോ ചെറുവത്തൂർ അച്ഛന്റെ കണ്ണുകൾ 2 പേരുടെ കണ്ണിലും ജീവിതത്തിലും ഇനി പ്രകാശം പരത്തും. നടത്തറ തിരുഹൃദയപ്പള്ളിയിലെ വികാരി അന്തരിച്ച ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. ഡീപോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേത്രബാങ്കിലേക്കാണ് കണ്ണുകൾ കൈമാറിയത്. അതിരൂപത വൈദിക സമിതി അംഗവും പാസ്റ്ററൽ കൗൺസിൽ അംഗവുമായിരുന്നു ഫാദർ ചാക്കോ ചെറുവത്തൂർ. ചേലക്കര പുത്തൂർ ഫൊറോനകളുടെ വികാരിയായും തൃശൂർ സെന്റ് ആൻസ്, ആളൂർ, അഞ്ഞൂർ, ആറമ്പിള്ളി, കിരാലൂർ, മങ്ങാട്, പതിയാരം, ചിറ്റിശ്ശേരി, തലക്കോട്ടുകര, തണ്ടിലം, മണലൂർ കിഴക്ക്, പരക്കാട്,
വരന്തരപ്പള്ളി, പള്ളിക്കുന്ന്, കുണ്ടന്നൂർ, എറവ്, ബ്രഹ്മകുളം പള്ളികളിൽ വികാരിയായും വടക്കാഞ്ചേരി, അരണാട്ടുകര, മറ്റം പള്ളികളിൽ സഹവികാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏനാമാവ് ചെറുവത്തൂർ റാഫേലിന്റെയും കുഞ്ഞിലയുടെയും മകനാണ്. 9ാം കേരള സംസ്ഥാന സീനിയർ വിഭാഗം യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 സീനിയർ വിഭാഗം 1ാം സ്ഥാനം നേടിയ KV ശരണ്യയെ BJP നന്ദിപുലം കമ്മിറ്റി ആദരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് പൊന്നാടയും ഉപഹാരവും നൽകി. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സജീവൻ തൃക്കൂർ, നേതാക്കളായ ഹരി കുണ്ടനി, മഹേഷ് ആറ്റപ്പിള്ളി എന്നിവർ സന്നിഹിതരായി. നന്ദിപുലം ചിറങ്ങാട്ട് മല്ലിശ്ശേരി മന ശങ്കരൻ നമ്പൂതിരിയുടെ ഭാര്യയാണ് ശരണ്യ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ബുധനാഴ്ച സംഘടിപ്പിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉച്ചതിരിഞ്ഞ് 2-ന് സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. വിവാഹ ആഘോഷങ്ങളുടെ ട്രെൻഡുകൾ മാറിത്തുടങ്ങിയതോടെ വിവാഹമെന്നത് വിപണിയുടെ വലിയൊരു ഘടകമായി തീർന്നിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. വിവാഹ ആഘോഷങ്ങളുടെ ട്രെൻഡുകൾ മാറിത്തുടങ്ങിയതോടെ വിവാഹം എന്നത് വിപണിയുടെ വലിയൊരു ഘടകമായി തീർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രതിവർഷം ഏകദേശം 1 കോടി വിവാഹങ്ങളാണ് നടക്കുന്നത്. ഇത് ഇന്ത്യൻ വിവാഹ വിപണിയെ ആഗോളതലത്തിൽ 2ാമത്തെ വലിയ വ്യവസായമാക്കി മാറ്റുന്നു. ജനുവരി 15 മുതൽ ജൂലൈ 15 വരെ 42 ലക്ഷത്തിലധികം വിവാഹങ്ങൾ രാജ്യത്ത് നടന്നു കഴിഞ്ഞു. 5.5 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ ചെലവായതെന്ന് CAITയുടെ സർവേയിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ പ്രഭുദാസ് ലില്ലാധറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ രാജ്യത്ത് നടക്കുക 35 ലക്ഷം വിവാഹങ്ങളാണ്. ഇതിലൂടെ 4.25 ലക്ഷം കോടിയോളം രൂപ വിവാഹ വിപണിയിലേക്ക് എത്തുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് 2023 ഇതേ കാലയളവിൽ നടന്നത് 32 ലക്ഷം വിവാഹങ്ങളാണ്. കേരളം, ഗോവ, ജയ്പൂർ, ഷിംല എന്നിവയാണ് രാജ്യത്തെ പ്രധാന വിവാഹ കേന്ദ്രങ്ങൾ. ഇപ്പോൾ മാറിയ ട്രെൻഡ് അനുസരിച്ച് ഡെസ്റ്റിനേഷൻ വെഡിംഗ്, തീം വെഡിംഗ്, പരിസ്ഥിതി സൗഹൃദ വിവാഹങ്ങൾ എന്നിവയ്ക്കാണ് ആളുകൾക്ക് പ്രിയം. ഇതിനായി ചെലവഴിക്കാൻ മടി കാണിക്കാറില്ലെന്നും IPO ഇന്ത്യ വ്യക്തമാക്കുന്നു. വിവാഹ സീസണിൽ ആഭരണങ്ങൾ, സാരികൾ, ഫർണിച്ചറുകൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, മറ്റ് സാധനങ്ങൾ എന്നിവയുടെ ആവശ്യകത കുത്തനെ ഉയരും. തുടർച്ചയായ 2ാം ദിവസവും സർവകാല റെക്കോർഡ് തിരുത്തി സ്വർണം. 1 പവൻ സ്വർണത്തിന് 160 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 56,000 എന്ന നിരക്കിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 20 രൂപയും കൂടി. 1 ഗ്രാം സ്വർണം 7,000 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടന്നത്. ഈ മാസം മാത്രം 1 പവന് കൂടിയത് 2,640 രൂപയാണ്. പോയ വർഷം സെപ്റ്റംബർ 24-ന് 1 പവൻ സ്വർണത്തിന് 43,960 രൂപയായിരുന്നു വില. 1 വർഷം കൊണ്ട് 1 പവൻ സ്വർണത്തിന് കൂടിയത് 12,040 രൂപയാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് അസോസിയേഷൻ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത കൊമേഴ്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 26-നകം www.gectcr.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-233-4144. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലക്കപ്പാറ OP ക്ലിനിക്കിലെ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത പ്രീഡിഗ്രി, +2, VHSC സയൻസ്, DPharm-നോടൊപ്പം കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ. പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സെപ്റ്റംബർ 26-ന് രാവിലെ 9:30-ന് ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480-270-6100. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യത 7ാം ക്ലാസ് പാസ്. പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ബുധനാഴ്ച രാവിലെ 10:30-ന് ഹോസ്റ്റൽ ഓഫീസിൽ ഹാജരാകണം. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,000 രൂപയും പവന് 56,000 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മുത്രത്തിക്കര ഇല്ലിക്കൽ ജയൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനീത ദേവിയാണ് ഭാര്യ. അതുല്യ, അമൂല്യ, അനന്യ എന്നിവർ മക്കളാണ്.
നെല്ലായി വയലൂർ എടശ്ശേരി ദിലീപിന്റെ മകൾ ഡെൽമ സൗദിയിൽ വെച്ച് അന്തരിച്ചു. 26 വയസ്സായിരുന്നു. സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ലീനയാണ് മാതാവ്. സഹോദരി ഡെന്ന ആന്റണി. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ഓടാട്ടിൽ ശിവരാമൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടാലി ചേലക്കോട്ടുകര വാസുപുരത്തുകാരൻ ആൻഡോ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോയ്സിയാണ് ഭാര്യ. അജോയ്, നൈജോ എന്നിവർ മക്കളും മെലീസ, ഏഞ്ചൽ എന്നിവർ മരുമക്കളുമാണ്. കോടാലി ചെങ്ങിനിയാടൻ വീട്ടിൽ ഔസേപ്പിന്റെ ഭാര്യ ഏലിയാമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ. ജോയ്, ഷാജു, പ്രീജോ എന്നിവർ മക്കളാണ്. നെടുമ്പാൾ കരിമ്പനയ്ക്കൽ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് ഇരിഞ്ഞാലക്കുട മുക്തിസ്ഥാനിൽ. ജയമ്മയാണ് ഭാര്യ. രാജീവ്, രാജേഷ്, പരേതനായ കണ്ണൻ എന്നിവർ മക്കളും. സരിത, സിമി, ആതിര എന്നിവർ മരുമക്കളുമാണ്. എറവക്കാട് മച്ചിങ്ങിൽ അർജുനൻ ഭാര്യ സുശീല അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. കിരൺ, ശുഭ, കൈലാസ് എന്നിവർ മക്കളും. അമ്പിളി, രാമചന്ദ്രൻ, ശോഭിത എന്നിവർ മരുമക്കളുമാണ്. കടമ്പോട് നീരാട്ടുകുഴി ചേലമറ്റത്തിൽ ഗംഗാധരൻ മകൻ സന്ദീപ് അന്തരിച്ചു. സംസ്കാരം നടത്തി. ഭാരതിയാണ് മാതാവ്. സഹോദരി സൗമ്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട് കൈത്തമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കോയമ്പത്തൂർ സ്വദേശി. വെള്ളിക്കുളങ്ങരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. മരിച്ചത് മാരാങ്കോട് പള്ളായി വീട്ടിൽ വറീദിന്റെ മകൻ 50 വയസ്സുള്ള ജോണി. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത തടഞ്ഞ് സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിച്ചതോടെ ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്ക്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ കരട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.